ഞാൻ അവനോട് തിരിച്ച് ഡയലോഗ് അടിച്ച് നിൽക്കുമ്പോ ഡോറും തുറന്നൊരു വരവാ. ഡോറടച്ച് എന്നെ നോക്കി അവളൊരു വരവുണ്ട്. അടുത്ത് വന്ന് നിന്ന് എന്നെ നോക്കി അവളൊന്ന് ചിരിച്ചു. ആ സമയം എവിടെ നിന്നോ ഒരു കാറ്റ് വന്നു. ആ കാറ്റില് അവളുടെ മുടി പാറി പറന്നു. വിരല് ചൂണ്ടി അവള് പറയാ, ദിസ് ഈസ് യുവർ ഫോൾട്ട്, ഡോണ്ട് ബ്ലെയിം ഹിം. എന്റെ മോനെ, കുറച്ചു നേരത്തേക്ക് ഞാൻ ചുറ്റുമുള്ള ഒന്നും കണ്ടില്ല. റോഡില്ല, കാറില്ല, ആൾക്കാരില്ല, ഓളും. ഹലോ 2-3 കാര്യങ്ങൾ മാറ്റും. എന്തോന്ന്? ഒന്ന്, കാറ്റ്. അത് വടക്കൻ കേരളത്തില് പയ്യന്നൂർ കോളേജിൽ മാത്രം വീശിക്കൊണ്ടിരുന്ന കാറ്റാ. ഈ റീൽസോളിൽ എടുത്തിട്ട് അലക്കി അത് ഔട്ട് ഓഫ് ഫാഷൻ ആണ്. അപ്പൊ അത് വിട്ടേക്ക്. പിന്നെ ആ ലാസ്റ്റ് ഡയലോഗ്, അതൊരു പെൺകുട്ടി പറയുന്ന സ്റ്റൈൽ അല്ല. പിന്നെ ആ മിഡിൽ പീസ്, മുഖത്തേക്ക് വീഴുന്ന മുടി. അതിനെന്താ കുഴപ്പം? എന്റെ സുധീഷ് ചേട്ടാ, ക്രിഞ്ചോട് ക്രിഞ്ച്. വിനീത് ശ്രീനിവാസൻ പോലും അത് വിട്ടു. അപ്പഴാ കഷ്ടം. അതെ, സുഭാഷോട് ചിരിക്കൊന്നും വേണ്ട. അവള് വണ്ടിയിൽ ഇറങ്ങി പറഞ്ഞതാ. എന്ത് തെറ്റെന്റെ ഭാഗത്തല്ലെന്ന്. അങ്ങനെ വല്ല ഡെക്കറേഷൻ ഒന്നും ഇല്ലാണ്ട് പറ. എടാ, പക്ഷെ അത് കേട്ട ഉടനെ അവൻ അങ്ങ് ചമ്മിപ്പോയി. അത് നീ കാണേണ്ടതായിരുന്നോ മോനെ. അയ്യോ, ഇതൊന്നും ഞാൻ കൈ നിട്ടൊന്നുമല്ല, ഞാൻ പറഞ്ഞ സത്യോ. ഞാനിപ്പോ ഓർക്കുന്നതേ അവന്റെ ചമ്മിയ മുഖമല്ല, പിന്നെ ആ സമയത്ത് ആ കുട്ടിയെ നോക്കി സുധീഷ് ചേട്ടൻ വായും പൊളിച്ചൊരു നിപ്പുണ്ടല്ലോ, അതാ. എത്തിയോ? സുഭാഷ് ചേട്ടൻ കുക്കിംഗ് തുടങ്ങിയിട്ടും പതിവ് വിസിറ്റ് കണ്ടില്ലോ എന്ന് വിചാരിച്ചോളൂ. അപ്പോഴേക്കും വന്നല്ലോ. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കായിരുന്നു. നീ ഇത് വന്ന് വിളിച്ചപ്പോഴേ കൂടെ പോന്നേ ഉള്ളൂ. ഹരീഷില്ലേ? ഇല്ല. അവന്റെ വണ്ടി ഇല്ലാന്ന് നോക്കി ഉറപ്പ് വരുത്തിയിട്ടല്ലേ നീ അകത്തോട്ട് വന്നത്? പിന്നെന്താ അങ്ങനെ ഒരു ചോദ്യം? ഓ, അത് ശരി. നിങ്ങൾ കൂട്ടുകാരാണല്ലേ? നീ ഇതും എന്റെ കോളേജിലാ, ജൂനിയറാ. ഓഹോ. അല്ല, എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നേ? എന്താ ഈ സമയത്തിന് കുഴപ്പം? എടി, പകല് വരുന്നത് നിന്റെ അമ്മയ്ക്ക് പിടിക്കുന്നില്ല, പിന്നെയാണോ രാത്രി? അല്ല, ഈ കുട്ടിയുടെ വീട് എവിടാ? സുഭാഷേട്ടൻ അറിയും, ഓട്ടോ ഓടിക്കുന്ന ചന്ദ്രേട്ടൻ. ചന്ദ്രേട്ടന്റെ മോളാ. ഓ, അപ്പൊ ഇനി മോളുടെ അച്ഛൻ കൂടി ഇവിടെ വന്നിട്ട് വഴക്കുണ്ടാക്കണോ? ഇവൾ എന്നോടൊരു കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സുഭാഷേട്ടനോട് പറഞ്ഞ എല്ലാം ഓക്കെ ആവുന്നു. എന്ത് കാര്യം? അത് ഹരീഷിനെ പറ്റിയാ. ഹരീഷിനെ പറ്റിയോ? അവനെന്ത് ചെയ്തു? ഹരീഷ് എന്താ ഇങ്ങനെ? അയ്യോ, അവനെന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? ഒട്ടും സംസാരിക്കില്ല, എന്തെങ്കിലും ചോദിച്ചാൽ ചാടി കടിക്കും. അല്ല, കുട്ടി എന്താ ഉദ്ദേശിച്ചത്? ഇവൾ ഇഷ്ടത്തോടെയാ മിണ്ടാഞ്ചില്ലെന്ന്. ഹരീഷ് എന്തിനാ ചീത്ത പറഞ്ഞ് തിരിച്ചോടിക്കുന്നേ? അത് ശരി, അവനോട് അത്രയ്ക്ക് ഇഷ്ടമാണോ? ഇവക്ക് നല്ല ഇഷ്ടാ. ഞാനാ പറഞ്ഞേ, ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചോളാന്ന്. ഓഹോ, അത് നന്നായില്ലോ. എന്നാ പിന്നെ നമുക്കിതങ്ങ് നടത്തിയാലോ സുഭാഷ് ചേട്ടാ? അല്ല, സുനന്ദ സുഭാഷ് ചേട്ടനെയും കുട്ടി ഹരീഷിനെയും കെട്ടിക്കോളൂ. അയ്യോ, കല്യാണോ? അതെ, നിങ്ങൾ തയ്യാറാണെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് കല്യാണം നടത്താനേ. എന്താ? അയ്യോ, അതൊന്നും വേണ്ട. നീ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത്? നീ എന്ത് ചോദിച്ചാലും മിണ്ടില്ലല്ലോ. അപ്പൊ അത് നിന്റെ ചേട്ടനോട് വന്ന് പറയാന്ന് ഞാൻ കരുതി. ഒന്ന് ഉപദേശിക്കണം ചേട്ടാ, ഈ മുട്ടാളത്തിരിച്ചിട്ട് കുറയ്ക്കാൻ പറയണം. നിന്ന് കൊഞ്ചാണ്ട് ഇറങ്ങടി. ഹരീഷ്, നീ ഇറങ്ങുന്നുണ്ടോ അതോ ഞാൻ? നമുക്ക് പോവാം, വീട്ടിൽ അമ്മ വന്നിട്ടുണ്ടാവും. വാടി. നല്ല കുട്ടി. അല്ലാതെ സതീഷേ, പിന്നെ ചേട്ടൻ റെഡിയാണെങ്കിൽ സുനന്ദയെ ചേട്ടനും നീതു നീവിനും ആലോചിക്കാം. സുനന്ദ ഞാൻ അങ്ങനെ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ആ പെൺകുട്ടികൾ നിങ്ങളെങ്ങനെ കാണുന്നുണ്ടല്ലോ, അതുപോലെ. അത് പ്രായത്തിന്റെ ഒരു ടൈം പാസ്. അതുകൊണ്ടാ നേരെ വരാണ്ട് പിൻവാതിൽ കൂടെ വരണേ. 4 ആള് അറിയുന്ന പോലെ നേരെ വരാൻ പറഞ്ഞു നോക്ക്. ഈ വർഗത്തിൽ ഒരെണ്ണം ഈ നരകത്തിലേക്ക് കാലുകുത്തില്ല. നമ്മളെ ആരും തിരിഞ്ഞു നോക്കില്ല. എന്തുപറ്റി? കൊള്ളാവുന്ന ഒരു വാർത്തയില്ലെന്നേ. സമരം, മോഷണം, വെള്ളം കെട്ട്, മാലിന്യം, മേർഡർ. എന്തൊരു നാടാണിത്. ഇവിടെ നേരെയാവാൻ പോകുന്നില്ല. സൂര്യക്ക് ഈ നാട് അത്രയ്ക്ക് വെറുപ്പാണല്ലേ? വെറുപ്പാണോന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ലെന്ന് പറയാം. ഡാഡിയോടും മമ്മിയോടും ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പിന്നെ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. മമ്മി ഓക്കെയാ, പക്ഷെ ഡാഡിക്ക് ഇവിടെ വിട്ട് വരാൻ വയ്യ. നാടിനോട് ഭയങ്കര സെന്റിമെന്റ്സാ. ഡാഡിയുടെ കാലം കഴിയുന്ന വരെ വല്ലപ്പോഴും ഇങ്ങനെ വന്ന് പോകേണ്ടി വരും. എന്ത് ചെയ്യാ? അപ്പൊ നിധിയും കൂട്ടി അങ്ങോട്ട് പോയാ നിങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരില്ലേ? എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വന്നു പോവാൻ ഇതെന്താ തത്കലയും തിരുവനന്തപുരമാണോ? അല്ല, അച്ഛനും ഞങ്ങളൊന്നും അവളെ വിട്ട് അധികം ഇരുന്നിട്ടില്ല. അതാ. അച്ഛനാ? ഹലോ അച്ഛാ. അവിടെ സുഖയില്ലടാ. സൂര്യ എന്ത് പറയുന്നു? ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. അതെയോ? ഞാൻ വിളിച്ചതേ ഒരു കാര്യം പറയാനാ. ഒരു ഡ്രൈവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റിൽ അവിടെ എത്തും. ഓൺ ദ വേ ആണെന്ന് വിളിച്ചപ്പോ പറഞ്ഞു. എന്തിനാ ഞാൻ വിളിച്ചോളാം. സൂര്യ ഉണ്ട് അവിടെ. അത് ശരി. അപ്പൊ ഫോൺ സ്പീക്കറിലാണല്ലേ? അതെ അച്ഛാ. സൂര്യ, നിങ്ങൾ വെറുതെ കഷ്ടപ്പെടാൻ നിൽക്കണ്ട. ഒന്നാമത് വൃത്തികെട്ട ട്രാഫിക്, പിന്നെ പാർക്കിങ്ങിന് സ്ഥലം കണ്ടുപിടിക്കണം, അവിടെ കൊണ്ടുപോയിടണം. പിന്നെ ഇന്നലെ സംഭവിച്ചതുപോലെ തട്ടോ മുട്ടോ ചെയ്ത എന്തിനാ വെറുതെ റിസ്ക്? ആയിക്കോട്ടെ. നല്ല പയ്യനാ. എനിക്ക് പരിചയമുള്ള ഒരു ട്രാവൽസിൽ വണ്ടി ഓടിക്കുന്ന ആളാ. അതെന്തായാലും നന്നായി അച്ഛാ. പ്രൊഫഷണൽ ഡ്രൈവർ ആണെങ്കിൽ സമാധാനത്തോടെ വണ്ടിയിലിരിക്കാം അല്ലേ അങ്കിൾ? അതെ അതെ. അപ്പൊ ശരി മോനെ. ഓക്കെ. ശരി. ഓക്കെ അങ്കിൾ. സാർ. ഹലോ. ഈശ്വര, ഇവന്റെ വീടാണോ ഇത്? നീ എന്താ ഇവിടെ? ആരാ നിന്നെ അകത്തേക്ക് വിട്ടത്? അറിയപ്പെടാ. അയ്യോ, ആ വാച്ച്മാൻ എവിടെ പോയി? സർ, ഞാൻ കയറി വന്നല്ല, എന്നെ വിളിച്ചു വരുത്തിയതാ. ആര്? ട്രാവൽസിന്റെ ഓണർ. ഇവിടെ ഒരു ഡ്രൈവറിനെ വേണമെന്ന് പറഞ്ഞിട്ട്. സൂര്യ, ഇവൻ അച്ഛൻ പറഞ്ഞ ആളാ തോന്നുന്നു. ഇവനോ? അരുൺ, തനിക്ക് ഇവനെ ഓർമ്മയില്ലേ? ഇവനാണ് ഇന്നലെ റോഡിൽ കിടന്ന് ഹുങ്ക് കാണിച്ചത്. റാസ്കൽ. അങ്കിൾ എന്തിനാ ഇങ്ങനെയുള്ളവനൊക്കെ ഡ്രൈവർ പണിക്ക് പറഞ്ഞിരിക്കുന്നത്? ഇത് ഇവന്റെ വീടാണെങ്കിൽ ആ പെണ്ണ് ഇവിടെ തന്നെ കാണുമല്ലോ. ഇവനെ ഒന്നും ഡ്രൈവറാക്കി വെക്കാൻ കൊള്ളില്ല. സൂര്യ ടെൻഷൻ ആവാതിരിക്കേ. ഞാൻ അച്ഛനോട് സംസാരിക്കട്ടെ. കാണുന്നില്ലല്ലോ. നിധി കൊള്ളാം, നല്ല പേര്. നിങ്ങൾ റെഡിയായില്ലേ? സമയമായി. വാ, ഫുഡ് കഴിക്കാൻ വാ. പെട്ടെന്ന് വാ. വരാം. സൂര്യ, അച്ഛൻ പറയുന്നത് അറിയാവുന്ന ആളെയാണ് അയച്ചത്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നാ. ഒന്ന് കയ്യിലെടുത്തേക്കാം.
സർ സോറി സർ, ഇന്നലെ ഞാൻ അല്പം ഓവറായിട്ട് പെരുമാറി. സോറി സർ. ഇവനെന്താ കല്യാണൊക്കെ നിൽക്കുന്നത്? ഏറ്റിട്ടില്ലേ? സർ ശരിക്കും സോറി സർ, ഇന്നലെ എന്റെ ഭാഗത്താ തെറ്റുപറ്റിയത്. സാർ കറക്റ്റായിട്ടാ വന്ന, ഞാൻ നോക്കാതെ വന്ന് കയറുമായിരുന്നു. സർ സോറി സർ, ആ കാരണം കൊണ്ട് ജോലി ഇല്ലെന്ന് പറയരുത്. കേട്ടില്ല അരുൺ, ജോലി കിട്ടില്ലെന്നായപ്പോൾ അവൻ കുറ്റം സമ്മതിച്ചു. സത്യം പറഞ്ഞു. കേട്ടില്ലേ? ഞാൻ പറഞ്ഞില്ല അരുൺ, എനിക്ക് തെറ്റി പറ്റില്ല. എന്തൊരു വൃത്തികെട്ട കോൺഫറൻസ്. ഒരു കാര്യം ചെയ്യും, നീ ഇപ്പൊ സമ്മതിച്ചത് ഒന്നുകൂടി വിശദമായിട്ട് പറ. എന്ത് വേണം സർ? തെറ്റ് പറ്റിയത് എനിക്കാണ്, ഞാൻ സാറിനോട് മാപ്പ് ചോദിക്കുന്നു എന്ന് വ്യക്തമായിട്ട് പറ. പിന്നെ അതിനെന്താ സർ, തെറ്റുപറ്റിയത് എനിക്കാണല്ലോ. ഞാൻ സാറിനോട് മാപ്പ് ചോദിക്കുന്നു. ഓരേ. ശരി അരുൺ, ഇവൻ ഇവിടെ നിൽക്കട്ടെ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സർ സോറി സർ, സോറി. മറ്റേ കക്ഷി എവിടെ പോയി? കാണുന്നില്ലല്ലോ. എന്താ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? ഈ വീട്ടിലെ മറ്റാളുകളെ പോലെ ഏട്ടത്തി ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ. നിന്റെ ചേട്ടൻ ഇപ്പോഴാ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സൂര്യ നീ വിചാരിക്കുന്ന പോലെയുള്ള ആളല്ല. നല്ല സ്വഭാവ. കുറെ കാലം ഫോറിനിൽ കഴിഞ്ഞ ആർക്കും നമ്മുടെ നാടിനോടും നാട്ടിലെ രീതികളോടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും. ഗൾഫിൽ നിന്നൊക്കെ വർഷത്തിലൊരിക്കൽ ആർത്തിയോടെ നാട്ടിലേക്ക് വരുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? തിരിച്ചു വന്നാ അവർക്ക് ഒരുതരം ശ്വാസം മുട്ടല. ഉടനെ മടങ്ങണം. ഇതും അത്രേ ഉള്ളൂ. തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് ചെല്ലുന്നതോടെ എല്ലാം ശരിയാവും. നിധി വാ കഴിക്കാം. സൂര്യക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അത് നിർബന്ധമാ, അല്ലെങ്കിൽ മൂക്കത്തെ അരിശം. വാ ഒഴിക്കട്ടെ, മതി. കഴിക്ക്. ഹായ് നിധി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാ മോളെ. ഗുഡ് മോർണിംഗ് എവരിബഡി. ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നിധി. ഗുഡ് മോർണിംഗ്. ഇഡലിയൊക്കെ നൈഫ് വെച്ചാണോ കഴിക്കാറ്? അവിടെ കൈകൊണ്ട് കഴിച്ചാൽ ആളുകൾ പരിഹസിക്കും, ഹൈജീൻ ഇല്ലെന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്യും. നിധി, നീയും നൈഫും ഫോക്കും യൂസ് ചെയ്യാൻ ശീലിക്കണം. അവിടെ ചെല്ലുമ്പോഴേക്കും പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. ഒപ്പം ചോപ്സ്റ്റിക്സും. അല്ലാതെ അവിടെ ചെന്ന് നാട്ടിൽ ചെയ്യുന്ന പോലെ ചോറും സാമ്പാറും ഉരുട്ടി വെട്ടി വിഴിക്കൊണ്ടിരുന്ന ആളുകൾ കളിയാക്കും. അതൊക്കെ അവർക്ക് ശീലായിക്കോളും സൂര്യ. നിധിക്ക് ഡ്രൈവിംഗ് അറിയോ? അതിന്റെ ആവശ്യം വന്നിട്ടില്ല സൂര്യ. വീട്ടിൽ ഡ്രൈവർ ഉണ്ടായിരുന്നല്ലോ. ഇവിടുത്തെ കാര്യം ഓക്കെ. അവിടെ വന്ന അവിടെ നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യണം. ഇവക്ക് പുറത്ത് പോകണം തോന്നി എന്ത് ചെയ്യും? എപ്പോഴും എനിക്ക് കൂടെ പോകാൻ പറ്റുമോ? ഞാൻ അവളുടെ ഡ്രൈവർ ആവില്ലേ? ഡ്രൈവ് ചെയ്യാൻ അറിയില്ല, ഒരു പാസ്പോർട്ട് കൂടി എടുത്തിട്ടില്ല, പഠിച്ചതല്ലാതെ പിന്നെ വേറെ എന്താ ചെയ്തിട്ടുള്ളത്? ഇപ്പൊ കോളേജ് കഴിഞ്ഞല്ലേ ഉള്ളൂ, ഇനി ഓരോന്നായിട്ട് പഠിച്ചോളും. കേട്ടവരുണ്ട്, അവിടെ ഒരു 16-17 വയസ്സാകുമ്പോ കുട്ടികൾ എത്ര സ്മാർട്ട് ആവുന്നറിയോ? നിധിയും സ്മാർട്ടൊക്കെ തന്നെയാ. ആഹാ, എനിക്ക് മതി. നിധി, ഇത് എന്ത് ശീലോ? എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഇങ്ങനെയാണ് എഴുന്നേറ്റ് പോകുന്നത്? ടേബിൾ മാനേഴ്സ് എന്താണെന്നറിയില്ലേ? സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ ഐസേ. എല്ലാരും കഴിക്കുന്നതിന് വരെ നമ്മൾ കാത്തിരിക്കണം. അതിനു മുമ്പ് പോണെങ്കിൽ എല്ലാരെയും നോക്കി എക്സ്ക്യൂസ് മീ, ഷാലായി എന്ന് അനുവാദം ചോദിക്കണം. എല്ലായിടത്തിനും മുന്നേ നിന്നെ കുറെ മര്യാദ പഠിപ്പിക്കാനുണ്ട്. സാരമില്ല, നമുക്ക് നോക്കാം. എല്ലാരും ഇതിപ്പോ എവിടെ വെക്കുക? ഇവിടെ വെക്കാം. ഓക്കെ. എന്താടാ അത്? ഫ്ലവർ വൈസ്. ഈ ചെടി പൂവിടുന്നില്ലെന്നേ. ഇതിപ്പോ എവിടെ വെക്കൂന്നാ? എവിടെയെങ്കിലും വെക്കി. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. സുഭാഷ് ചേട്ടാ എങ്ങനെയുണ്ട്? തുടച്ചും വൃത്തിയാക്കി വെക്കാൻ ഞാനാ. ദാ ഹരിശേട്ടൻ ഇരിക്കാനുള്ള പുതിയ കസേര മേടിച്ചിട്ടുണ്ട്. പുതിയ കസേരയോ? അല്ല, ഒരു കല്യാണം നടക്കാൻ പോവല്ലേ, ഇനി ആളുകൾ വരും പോവും ചെയ്യില്ലേ? അതെ. ഇരിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അതാണ് ഉള്ളത്, വൃത്തിയായിരിക്കണം. ഇനി ഏട്ടൻ പറ, മുഖത്ത് ഞാൻ ഒരു മിനുക്കമണി തരട്ടെ? അയ്യോ വേണ്ടേ. അതെ, അവര് വരുമ്പോ നിങ്ങൾ രണ്ടുപേരും പോയി കുളിച്ചിട്ട് വരാൻ നോക്ക്. ചെല്ലേ വേഗം അവിടെ. ഓ, സുധീഷേട്ടൻ വരുന്നുണ്ടാവും. പറടാ. ഏട്ടാ, കവിതേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇന്നോടേക്ക് ആളുകൾ വരുന്നുണ്ട്. ഏട്ടൻ എത്തുവോ? കവിതേച്ചി? ഏത് കവിതേച്ചി? നമ്മളന്ന് പെണ്ണ് കാണാൻ പോയില്ലേ, ആറ്റിങ്ങലുള്ള? ഏട്ടൻ വരുവോ? ഞാനൊരു ഓട്ടത്തിലടാ. എവിടേക്ക്? ഒരു പെണ്ണിനെ കാണാനുള്ള ഓട്ടത്തിലാ. എന്ത്? എടാ, ഒരു കല്യാണ ഓട്ടത്തിലാന്ന്. നീ ഫോൺ വെച്ചേ, ഇവിടെ നല്ല ട്രാഫിക്കാ. എന്നിട്ട് വണ്ടിയുടെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. മതിയേ, വെച്ചിട്ട് പോടാ. എന്തൊക്കെ അറിയണം അവന് വെറുതെ. സുധീഷേ, ഇത് നിനക്ക് ദൈവം കൊണ്ടുവന്ന അവസരം. കണ്ട മാത്രയിൽ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ വീട്ടില് ഇന്ന് നീ ഡ്രൈവറായി. നാളെ അവള് നിനക്ക് സ്വന്തമാടാ. മോളെ, നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ്. ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ എന്താ കുഴപ്പം? അയാളെന്നെ നാണം കെട്ടുന്നത് ഞാൻ കേട്ട് നിൽക്കണം അല്ലേ? 5 ആണുങ്ങൾ മാത്രമുള്ള ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി അയക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണമല്ലോ. അവരെ ഉപേക്ഷിച്ചാലേ എനിക്കൊരു നല്ല ജീവിതം കിട്ടുമെങ്കിൽ എനിക്ക് ആ നല്ല ജീവിതം വേണ്ട.